നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ വാരഫലം നാം ചർച്ച ചെയ്യുന്നത് 1200 ചിങ്ങമാസം 23 തീയതി മുതൽ 29 തീയതി വരെ, അതായത് 2024 സെപ്റ്റംബർ മാസം 8 തീയതി മുതൽ 14 തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാകുന്നു. ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു തുലാം, വൃശ്ചികം, ധനു രാശിക്കാരുടെ ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ആദ്യമായി തുലാം രാശി. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന നക്ഷത്ര സമൂഹം. ഇന്ന് തുലാൻ രാശിയിൽ ചന്ദ്രൻ, 4-ൽ മാന്തി, 5-ൽ ശനി, 6-ൽ രാഹു, അഷ്ടമത്തിൽ വ്യാഴം, 9-ൽ ചൊവ്വ, 11-ാം ഭാവത്തിൽ ബുധൻ, സൂര്യൻ, 12-ാം ഭാവത്തിൽ ശുക്രൻ, കേതു. തുലാൻ രാശിക്കാരെ പറ്റി ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, ഇന്ന് രാശ്യധിപനായ ശുക്രൻ 12-ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു. മറ്റൊരു വിഷയം, ലഗ്നത്തിൽ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു. വിധുർഗോ കുളീരാജകസൻ വപുസ്തോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണം വിധത്തേതമം ക്ഷീണദേഹം ദരിദ്രം ജഡം ശ്രോത്രഹീനം നരം ശേഷലഗ്നേ. വിധുർഗോ കുളീര അജകൻ. ചന്ദ്രൻ എടവം, തൻ്റെ ഉച്ചരാശിയായ പരമോന്നത രാശിയായ എടവം, മേടം, കർക്കിടകം ഈ രാശിയിൽ ലഗ്നത്തിൽ വരികയാണെങ്കിൽ ധനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെത്തും. ആനന്ദ ലാവണ്യപൂർണം, വളരെ സന്തോഷത്തോടു കൂടി ലാവണ്യപൂർണമായി ജീവിതം നയിക്കുമെന്നാണ് ഉച്ചരാശിയിലും സുക്ഷേത്രത്തിലും സ്വക്ഷേത്രത്തിലും നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ പറഞ്ഞത്. മറ്റ് ഏത് രാശിയിലും ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ ക്ഷീണദേഹം, ദരിദ്രം, അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ദരിദ്രം, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാകുന്നു. ഈ ഒരു ഫലം തുലാൻ രാശിക്കാർക്ക് ഈ ഒരു വാരം അനുഭവിക്കാൻ കൂടുതൽ യോഗമുണ്ട്. രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു. രാശ്യധിപനായ ശുക്രൻ 12-ാം ഭാവത്തിൽ നീചസ്ഥനായി നിൽക്കുന്നു. അതിനാൽ സാമ്പത്തിക വിഷയമായാലും ശാരീരിക വിഷയമായാലും തുലാൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് നീങ്ങണം. കാരണം തുലാൻ രാശിക്ക് ജന്മസിദ്ധമായി ആ രാശിക്കൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ഹീനാംഗ, അംഗത്തിന് ഹീനത്വം വരും, സർജറികളൊക്കെ വരിക, അല്ലെ ശാരീരികമായി ക്ഷതങ്ങൾ, മുറിവുകൾ ഉണ്ടാവുക. ഇതൊക്കെ ഈ വാരം തുലാൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അതിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ വ്യാഴം 8-ാം ഭാവത്തിൽ നിൽക്കും. മാതാവിൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. തൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. ഞാൻ 2 ആഴ്ച മുമ്പ് ശുക്രൻ്റെ നീചസ്ഥിതിയിലേക്കുള്ള മാറ്റം പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചിരുന്നു. സിനിമാ താരങ്ങൾ, സിനിമാ ബിംബങ്ങളൊക്കെ ഒരു ഡെമോക്രറ്റസിൻ്റെ വാള് പോലെ അവരുടെ തലയിൽ അങ്ങേയറ്റം ആരോപണങ്ങൾ അവർ നേരിടുമെന്ന്. അത് വളരെയധികം അനുഭവവേദ്യമായി കാണുകയും ചെയ്തു. അതിനാൽ സെപ്റ്റംബർ 18-ന് ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ തുലാൻ രാശിയിൽ വരുന്നത് വരെ തുലാൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യമായ ചില യാത്രകളുണ്ടാകും. യാതൊരു പ്രയോജനവും ഇല്ലാത്ത യാത്ര കൺട്രോൾ ചെയ്യണം. സെപ്റ്റംബർ 18 മുതൽ ശുക്രൻ സ്വന്തം രാശിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് വളരെയധികം മാറ്റങ്ങൾ വരും. സുബലമധിധരോ നരേന്ദ്രപൂജ്യ. സുബലം, സുമതി, സുധനം, നല്ല ബലം, നല്ല ബുദ്ധി, നല്ല ധനം. രാജാവ് പൂജിക്കും, അധികാരികളുടെ അപ്രീസിയേഷൻ വരും. സ്വജന വിഭുഹു, സ്വന്തം ജനങ്ങളുടെ ഇടയിൽ വിഭുത്വം, മേധാവിത്വം ലഭിക്കും എന്നൊരു ഫലം തൊട്ട് പിറകെ വരുന്നുണ്ട്. സുഖം കെ ദുഃഖാൻ അനുഭൂയ ശോഭതേ ഘന അന്ധകാരേ ശിവ ദീപദർശനം എന്നാണ് ആചാര്യർ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സുഖങ്ങളും ദുഃഖങ്ങൾ അനുഭവിച്ചതിന് ശേഷം സുഖിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത കൈവരിക. അല്ലാതെ ലൈഫിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെയധികം സുഖിച്ചാൽ പിന്നീട് ദുഃഖം വരുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ ഒരു സമയമാകുന്നു തുലാൻ രാശിക്കാർ. ഇപ്പോഴുള്ള ക്ലേശങ്ങൾക്ക് അപ്പുറത്ത് വളരെ നല്ല രീതിയിൽ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നു, മൂലക്ഷേത്രത്തിൽ വരുന്നു.
അത് വളരെയധികം തുലാൻ രാശിക്കാർക്ക് സഹായകരമാകും. നിർബന്ധമായും ദേവീക്ഷേത്ര ദർശനം നടത്തുക. വെള്ളിയാഴ്ച കർമ്മമുട്ട്, ദേഹമുട്ടാണ് പ്രധാനം. ശരീരത്തിൻ്റെ എനർജി നിലനിർത്തുവാൻ, ഓറ നിലനിർത്തുവാൻ നന്നായി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ ദേഹമുട്ട് ചെയ്യുക. ആരോഗ്യത്തിന് ബലം വരട്ടെ. വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവരിതിങ് ഈസ് ലോസ്റ്റ് എന്ന് നാം പറയുന്നു. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. സമ്പത്തൊക്കെ പിന്നെയാണ്. സമ്പത്ത് മനുഷ്യനെ ഉണ്ടാക്കുന്നില്ല, മനുഷ്യൻ സമ്പത്തിനെ ഉണ്ടാക്കുന്നു. ഈ തത്വം തുലാൻ രാശിക്കാർ ഈ വാരം എന്തു വന്നാലും ഉൾക്കൊള്ളേണ്ടുന്ന വാരമാകുന്നു. ദേവി പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ ചെയ്യുക. മഹാലക്ഷ്മി അഷ്ടകം ഭജിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. 8 ശ്ലോകങ്ങളാണ് മഹാലക്ഷ്മിയുടെ. അവിടെ സമ്പത്ത് വരട്ടെ. ശുക്രനെ കൊണ്ടാണ്. അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷീവ ഭൃഗുനന്ദനഹ. അന്നപൂർണേശ്വരിയെയും മഹാലക്ഷ്മിയെയും ഒക്കെ ചിന്തിക്കുന്നു ശുക്രനെ കൊണ്ട്. ഓം മഹാലക്ഷ്മിയൈ നമഃ എന്ന പ്രാർത്ഥന ഈ തരുണത്തിൽ വളരെയധികം തുലാൻ രാശിക്കാർക്ക് ഉപകാരപ്രദമാകും. അനാവശ്യമായ വാശിയും വൈരാഗ്യവും തുലാൻ രാശിക്കാർ ഈ വാരം പ്രകടിപ്പിക്കരുത്. കാരണം 9ാം ഭാവത്തിൽ ചൊവ്വയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് വഴക്കുണ്ടാക്കുക, അക്രമോത്സുകത പ്രകടിപ്പിക്കുക, ഇതൊക്കെ തുലാൻ രാശിക്കാർക്ക് ഈ വാരം ചെയ്യേണ്ടി വരും. അതിനാൽ ഒരു തരത്തിലുള്ള പ്രകോപനങ്ങൾക്കും തുലാൻ രാശിക്കാർ വശംബദരാകരുത് എന്നാണ് ഈ സമയത്ത് എനിക്ക് ഉപദേശിക്കാനുള്ളത്. രാശി ഊർധ്വമുഖ രാശിയാണ്, വളർച്ച കാണുന്നുണ്ട്. അതിനാൽ സെപ്റ്റംബർ 18 വരെയുള്ള പ്രവർത്തനങ്ങളിൽ തുലാൻ രാശിക്കാർ അതീവ ജാഗ്രതയോടുകൂടി ഓരോ നീക്കവും നടത്തുക. സഹോദര ഗുണം പ്രായണ കുറയുന്നതാണ്. സഹോദരങ്ങൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമാണ്. നന്നായി മന്ത്രം ജപിക്കുവാനും പഠിക്കുവാനും ഈ വാരം വളരെ ഗുണമാണ്. അതിനാൽ നന്നായി വായിക്കുക, വായിച്ച് വളരുക. അക്ഷരം അഗ്നിയാണ്. വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരു അഗ്നിയാണ് എന്ന് പറഞ്ഞ ആ വെസ്റ്റേൺ സാഹിത്യകാരനെ ഞാൻ നമിക്കുന്നു ഇത്തരുണത്തിൽ. കാരണം തുലാൻ രാശിക്കാർ വായന നന്നായി ശീലിക്കട്ടെ. അപ്പോൾ വലിയ ക്ലേശങ്ങൾക്കൊക്കെ വലിയ പരിഹാരം വരും. മക്കൾക്ക് പഠിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ്. സ്വർണം വീട്ടിൽ നിന്നും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. ധനനഷ്ടം, സ്വർണ്ണനഷ്ടം വരുന്ന സമയമാണ്. എടുത്തു ചാടി ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല തുലാൻ രാശിക്കാർ. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികം രാശിക്കാർ. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രാശിയാകുന്നു. ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് ആദ്യമായി രാശി അധിപനായ ഗ്രഹം ചൊവ്വ വളരെ ദുർബലമായി 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് നല്ലതല്ല. ദുസ്തേ ലഗ്നപദോ നിരോധനമുപേക്ഷിച്ച് അജ്ഞാതവാസം ഭയം. ലഗ്നാധിപനായ ഗ്രഹം ദുസ്തനായി നിൽക്കുമ്പോൾ അജ്ഞാതവാസം, അറിയപ്പെടാത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു. അനാവശ്യമായ ഭയങ്ങൾ ഉണ്ടാകുന്നു. ഇതര ക്രിയാഭിഗമനം, ഒരു പ്രവൃത്തി തൃപ്തി അല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തനത്തിലേക്ക് ചാടിപ്പോകുന്നു, എന്നിട്ട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു ഫലം അത്ര നല്ലതല്ല വൃശ്ചികം രാശിക്കാർ. 4ാം ഭാവത്തിൽ ശനി, 5ൽ രാഹു, 7ൽ വ്യാഴം, അഷ്ടമത്തിൽ ചൊവ്വ, 10ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 11ൽ ശുക്രൻ, കേതു, 12ാം ഭാവത്തിൽ ചന്ദ്രൻ. ജനക ഗുരുവിയുക്ത, അച്ഛനെ ഉപേക്ഷിച്ച് ദേശം വിട്ട് പോകേണ്ടി വരുമെന്നൊരു ഫലമുണ്ട്. അതിനാൽ തൻ്റെ മാതാപിതാക്കളെ ഓർത്ത് മാനസികമായിട്ട് അസ്വസ്ഥതകൾ വരും വൃശ്ചികൻ രാശിക്കാർ. രാശിയുടെ ഫലം തന്നെ അങ്ങനെയാണ്. ജനക ഗുരുവിയുക്ത ശൈശവേ വ്യാധിത. ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഈ സമയത്ത് വൃശ്ചികൻ രാശിയിൽ കുട്ടിക്ക് അങ്ങേയറ്റം അരിഷ്ടതകളായിരിക്കും. കുട്ടിക്ക് അച്ഛനെ കാണേണ്ട യോഗം വളരെ കുറയും. ഒരുപക്ഷെ അച്ഛൻ വളരെ ദൂരത്തായിരിക്കാം. അങ്ങനെ ആദ്യകാലത്ത് അരിഷ്ടതകൾ വൃശ്ചികം രാശിക്ക് ധാരാളമുണ്ട്. ഇവിടെ 12ൽ ചന്ദ്രനാണ്. ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത. 12ൽ ചന്ദ്രൻ വന്നാൽ ശത്രുക്കളെയും കണ്ണിനെയും ഭയപ്പെടണമെന്നാണ് പറഞ്ഞത്. പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ. തൻ്റെ പിതാവിനെയും മാതാവിനെയും ഓർത്ത് ഉള്ളിൽ വിഷാദം വരും. ദേശം വിട്ടുപോയ മക്കളാണെങ്കിൽ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന ശാരീരികമായ അവസ്ഥകളൊക്കെ ചിന്തിക്കുമ്പോൾ ഇവർ വളരെയധികം ഡിപ്രസ്ഡ് ആവും, ഡിപ്രഷൻ വരും. എന്നാൽ ചാപ്നോധികാമം പ്രിയ അല്പപ്രിയത്വം. തനിക്ക് അഭിലാഷമുള്ളത്, താൻ ആഗ്രഹിച്ചത് പലതും നേടാതെ മുന്നോട്ട് പോകുന്നു. ഭാര്യയോട് പ്രിയത്വം വളരെ കുറയും. അതിനാൽ പ്രകോപനമുണ്ടാക്കുന്ന ഒന്നും വൃശ്ചികൻ രാശിക്കാർക്ക് ദാമ്പത്യ വിഷയത്തിലൊന്നും ഈ വാരം ചിന്തിക്കേണ്ടതില്ല. ദോഷപരിഹാരമായി നിർബന്ധമായും രോഗികളായ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യണം. തനിക്ക് അഷ്ടമത്തിലെ ചുവക്ക് പരിഹാരമായി ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ
ശത്രുമുട്ട്, കർമ്മമുട്ട്, ദേഹമുട്ട് ചെയ്യുക. അതേ രീതിയിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് മക്കളുടെ പേരിൽ ത്രിമധുരം പഞ്ചാമൃതം വഴിപാടായി ചെയ്യുക. അഷ്ടമത്തിൽ ചൊവ്വ വരികയാണെങ്കിൽ സ്വൽപാത്മയോ നിധനകെ വികലേക്ഷണ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. സന്താനങ്ങൾക്ക് അല്പാത്മജന്മാരാവും, സന്താനങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സന്താനങ്ങൾ തന്നെ വിട്ട് ദൂരത്ത് പോയി ഒരു മാനസികമായ അസ്വസ്ഥത നമുക്ക് സംഭവിക്കും. വികലേക്ഷണ, നോട്ടത്തിന് വൈകല്യം വരും. ഇപ്പോൾ കണ്ണുകൾക്ക് അസ്വസ്ഥത ശ്രദ്ധിക്കണം. പല കാര്യങ്ങളും താൻ ശ്രദ്ധിക്കാതെ എടുത്തു ചാടി ബുദ്ധിമുട്ട് വന്നാലും തൻ്റെ കണ്ണുകളുടെ രോഗമാണ്. താൻ കാര്യങ്ങൾ വേണ്ടത്ര കണ്ടില്ല എന്ന ഒരു ദോഷം. കർമ്മമേഖല നല്ലതാണ്, ഒരു പരിവർത്തനം കർമ്മമേഖലയിലേക്ക് വേണ്ട. അതേ രീതിയിൽ ഞാൻ പറഞ്ഞു, ഭാര്യയുടെ പ്രിയത്വം കുറയും, ഒരുപക്ഷെ ഭാര്യയുമായി പാർഷ്യൽ സെപ്പറേഷനാകാം. അതിനാൽ മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ വൃശ്ചികം രാശിക്കാർ ചെയ്യും. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ധനുരാശി. ധനുരാശി എന്നാൽ മൂലം, പുരാണം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് ധനുരാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ ശനി, 4-ൽ രാഹു, 6-ൽ വ്യാഴം, 7-ൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 10-ാം ഭാവത്തിൽ ശുക്രൻ, കേതു, 11-ൽ ചന്ദ്രൻ. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ധനുരാശിക്കാർക്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ചു കഴിഞ്ഞു, രാശ്യധിപനായ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ഇന്ന് കർമ്മമേഖലയിൽ വലിയ പ്രതിസന്ധികളുമൊന്നുമില്ല. കർമാധിപനായ ബുധൻ മൗഢ്യമില്ലാതെ 9-ാം ഭാവത്തിൽ നിപുണയോഗത്തിൽ നിൽക്കുന്നു. അതൊരു രാജയോഗമാണ്. ധർമ്മകർമാധിപതി ദൗ സംയുതൗ മഹിത ഭവഗതൗ രാജയോഗ ഇതി സ്മൃത. 10-9 ഭാവാധിപന്മാർ, അത് കേന്ദ്ര ത്രികോണാധിപന്മാരാകുന്നു. അത് പരസ്പരം യോഗം ചെയ്താൽ നിപുണയോഗമാണ്, രാജയോഗമാണ്. അതിനാൽ കർമ്മമേഖല പ്രായണ നല്ലതാണ്. പക്ഷേ കർമ്മമേഖലയിൽ ധാരാളം ശത്രുക്കളുണ്ടാകും. 7-ാം ഭാവത്തിൽ ചൊവ്വയാണ്. ഓരോ വാതിലുകളും പെണ്ണ് കാണാൻ വേണ്ടി മുട്ടേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുദ്വാരഭൂതേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ ന നിവൃത്തി. വ്യാപാരം ഹേതുവായിട്ട്, യാത്ര ഹേതുവായിട്ട്, വിവാഹം ഹേതുവായിട്ട് ധാരാളം തടസ്സങ്ങൾ വരും. അതിനാൽ ചൊവ്വാപ്രീതി ചെയ്യണം, കർമ്മമുട്ടി ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളിൽ. അതേ രീതിയിൽ ശത്രുദോഷം മാറ്റാൻ, ശത്രുസംഹാര കുരുതി ചെയ്യണം, ശത്രുമുട്ടി ചെയ്യണം. ഇങ്ങനെ ദോഷങ്ങളെ വർജിക്കുക. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള രാജകീയമായ അസുലഭമായ അവസരങ്ങൾ കൈവരും. പലപ്പോഴും ഭാര്യ സന്താനങ്ങളുമായി ഒത്തായിരിക്കില്ല, താൻ തനിച്ചായിരിക്കും. സുഹൃത്തുക്കളുടെ കൂടെ ഒരു നല്ല യാത്ര, തീർത്ഥാടനമൊക്കെ പ്ലാൻ ചെയ്യുക. മനസ്സിന് സ്വസ്ഥത ഉണ്ടാകട്ടെ. 10-ലെ ശുക്രൻ ഔഷധവുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ വളരെ അനുകൂലമായ സ്ഥിതിയാണ്. അതേ രീതിയിൽ ഫൈനാൻസുമായി ബന്ധപ്പെടുന്ന ജനങ്ങൾക്കും ഇവിടെ ധനാധിപനായ ശനി ബലവാനായി 3-ൽ നിൽക്കുന്നു. അതിനാൽ ബാങ്കിങ്, ഫൈനാൻസ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക്, അതല്ലെങ്കിൽ KSFE പോലുള്ള ചിട്ടി കമ്പനിയിൽ ചേർന്നവർക്ക് ആകസ്മികമായ ധനലാഭം, ചിട്ടി ലഭിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഈ വാരത്തിൽ ധനുരാശിക്കാർക്ക് ഈ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യബുധന്മാർ പ്രദാനം ചെയ്യുന്നുണ്ട്. വ്യാഴം ഉപജയരാശിയിൽ നിൽക്കുന്നു. സാമ്പത്തികമായി വ്യാഴം സഹായിക്കുന്ന ഒരു സമയമാണ്. ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ ധനുരാശിക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമായിരിക്കും. ഏതായാലും പ്രിയപ്പെട്ട തുലാം, വൃശ്ചികം, ധനുരാശിക്കാർക്ക് ഒരു ശോഭനമായ ഒരു വാരത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.